ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 118ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രണ്ട് സിമ്പിൾ റെസിപ്പീസ് ആണ് ഉണ്ടാക്കിയത്. ഒന്ന് ചെമ്മീനും ചക്കക്കുരും കൂടിയുള്ള ഒരു സിമ്പിൾ കറി. അതിന് കോമ്പിനേഷൻ ആയിട്ട് കടച്ചക്ക കൊണ്ട് പെപ്പറൊക്കെ ചേർത്ത്, അതായത് കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി. പിന്നെ സാലഡും നമ്മുടെ പിക്കിളും പപ്പടമൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനുവിന് ഐഡിയാസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ചെമ്മീനും ചക്കക്കുരുവിന്റെ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ചക്കക്കുരു ക്ലീൻ ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്തിട്ട് ഈ ചക്കക്കുരു ഒന്ന് വേകുന്നവരെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് നന്നായി വേവിച്ചെടുക്കാം. അപ്പൊ അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇത് നല്ലപോലെ വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനൊപ്പം തന്നെ നമ്മൾ ഇവിടെ ചെമ്മീൻ, എനിക്ക് വലിയ ചെമ്മീനാണ് കിട്ടിയത്. ചെറുതാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. ചെമ്മീനെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ചെറിയ ചെമ്മീനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം അത് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചു നോക്കും. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെമ്മീനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചെമ്മീനൊന്ന് വെന്ത് വരണം. ഒരു 7-8 മിനിറ്റ് വരെ മാത്രം വേവിച്ചാൽ മതി, ഓവറായിട്ട് വേവിക്കരുത്. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചെമ്മീനൊന്ന് വെന്ത് വരട്ടെ. ഓവറായിട്ട് വേവിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 7-8 മിനിറ്റ് മതി. ഇപ്പൊ ചെമ്മീൻ വെന്തിട്ട് ഇതിന്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ തള വരുന്ന വരെ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ചെറിയ തള വരട്ടെ. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയുള്ളിയും കരുവേപ്പിലയും ഒരു ലേശം മുളക് പൊടിയും കൂടി വറുത്തെടുത്തത് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പി അല്ലേ? ഇനി നമുക്ക് കടച്ചക്കയുടെ റെസിപ്പി ഉണ്ടാക്കാം. ഫൈനായിട്ട് കടച്ചക്ക നന്നായി ക്ലീൻ ചെയ്തത് ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമുക്കിത് വേവിക്കുകയാണ്. അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ കടച്ചക്ക ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം. അപ്പൊ ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറേ അധികം വെള്ളം അങ്ങോട്ട് ഒഴിക്കരുത്, കുറച്ച് വെള്ളം മതി. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഈ കടച്ചക്ക നന്നായിട്ട് വെന്ത് വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് അടപ്പിട്ട് മൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി വേറൊരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഈ നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള കടച്ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മുരിയിച്ചെടുത്താൽ മതി. ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വരട്ടി വരട്ടി എടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് മെല്ലെ മെല്ലെ വരട്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നമ്മുടെ കടച്ചക്ക മെഴുക്കുരുട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മെനു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾ മെനു നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ.